നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രഭേ, ദൂരെ എവിടെങ്കിലും ആയ അത്രയും നല്ലത്. ചികിത്സിക്കാം എന്ന പേരിൽ അമ്മൂനെ മംഗലശ്ശേരിയിൽ നിന്ന് തന്ത്രത്തിൽ ഒഴിവാക്കാം. ഒന്നും പറയണ്ട. ഞാനേ ശ്രീകുട്ടിയുടെ അമ്മയാ. അവളുടെ ജീവിതം നോക്കേണ്ടതേ എന്റെയും കൂടെ കടമയാ. സഞ്ജു എന്താ ലേറ്റ് ആയത്? ഓവർ ടൈം ചെയ്യേണ്ട അവസ്ഥയിലെ ഓഫീസ് കാര്യങ്ങള് ആകെ ടെൻഷനും. വീട്ടിലും ടെൻഷന് കുറവില്ലല്ലോ. നീ ഭക്ഷണം കഴിച്ചോ? സഞ്ജു വരാതെ ഞാൻ കഴിക്കാനോ? വാ, വന്ന് ഫ്രഷ് ആവാം. അമ്മ ഉറങ്ങിന്ന തോന്നുന്നു. സഞ്ജുട്ടാ, അമ്മ വിളിച്ചിട്ട് സഞ്ജുട്ടിന് എന്താ ഫോൺ എടുക്കാതിരുന്നേ? സഞ്ജുട്ടിനെ കാണാതെ വന്നപ്പോഴാ ഞാൻ അമ്മയെ കൊണ്ട് വിളിപ്പിച്ചത്. ഓഫീസ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാ. ഇറങ്ങാനൊക്കെ കുറച്ച് ലേറ്റ് ആയെന്ന് വരും. നിനക്കതൊന്നും അറിയാഞ്ഞിട്ടാ. ഇവളോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഊണ് എങ്ങനെയുണ്ടായിരുന്നു സഞ്ജുട്ടാ? ഇഷ്ടായോ? ഊണോ? ഉച്ചയ്ക്ക് ഞാനന്ന് ഊണല്ലല്ലോ കഴിച്ചത്. പിന്നെ എങ്ങനെ ഊണിനെ പറ്റി നിന്നോട് അഭിപ്രായം പറയും? ഞാൻ ഉച്ചയ്ക്ക് രാജുവേട്ടന്റെ കയ്യില് സഞ്ജുവേട്ടന് ഊണ് കൊടുത്തയച്ചിരുന്നല്ലോ. ലച്ചു എന്തൊക്കെയാ പറയുന്ന? വീട്ടിൽ നിന്ന് ഊണ് കൊടുത്തയച്ച് കഴിക്കുന്ന പതിവൊന്നും എനിക്കില്ല. അല്ല, അപ്പൊ രാജുവേട്ടൻ കൊണ്ടുവന്ന ഊണോ? എനിക്ക് ആരും ഊണ് കൊണ്ടുവന്നിട്ടില്ല. രാജുവേട്ടാ, എന്തിനാ രാജുവിനെ വിളിക്കുന്നത്? ഞാൻ എന്റെ ഭർത്താവിന് കൊടുത്തയച്ച ഭക്ഷണം രാജുവേട്ടൻ എന്ത് ചെയ്തെന്ന് എനിക്ക് അറിയണ്ടേ? എന്താ ലച്ചു? രാജുവേട്ടൻ ഇങ്ങോട്ട് വാ. ഉച്ചയ്ക്ക് സഞ്ജുവേട്ടന് ഞാൻ തന്നുവിട്ട ഊണ് രാജുവേട്ടൻ ഓഫീസിൽ എത്തിച്ചില്ലേ? കിട്ടിയില്ലെന്ന് സഞ്ജുവേട്ടൻ പറയുന്നു. എന്റെ ചോദ്യത്തിന് രാജുവേട്ടൻ മറുപടി പറ. ഊണ് സഞ്ജുവേട്ടന്റെ ഓഫീസിൽ എത്തിച്ചോ ഇല്ലയോ? നീ എന്നല്ല, എന്റെ അമ്മ കൊടുത്തുവിട്ടാലും രാജു അതുമായിട്ട് ഓഫീസിൽ വരില്ല. സമയനിഷ്ഠ പാലിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ജോലിയല്ല എന്റേത്. വിശക്കുമ്പോ എന്തേലും കഴിക്കുമെന്നല്ലാതെ വീട്ടിൽ നിറങ്ങിയ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ എന്തൊക്കെ കഴിക്കുമെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. നീ എന്താ കരുതിയത്? ഞാൻ ഓഫീസിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെന്നോ? എന്നാ എന്റെ ജോലി അങ്ങനല്ല. ഉച്ചയ്ക്ക് ഞാൻ മുംബൈയിൽ നിന്ന് വന്ന കുറച്ച് ക്ലയൻസുമായിട്ട് മീറ്റിംഗിലായിരുന്നു. ചോറ് അങ്ങോട്ട് കൊടുത്തു വിടാതെന്താ? ഭാര്യയെന്നും പറഞ്ഞ് കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. മേലിൽ ഇതുപോലുള്ള കോമാളിത്തരം കാണിച്ചുകൊണ്ട് എന്റെ മുന്നിൽ വരരുത്. ഇതെന്റെ ലാസ്റ്റ് വാണിംഗാ. സ്വാതി വാ. ഇതൊന്നും സഞ്ജുവിന് ഇഷ്ടാവില്ലെന്ന് ഞാൻ ലച്ചുവിനോട് പറഞ്ഞതല്ലേ. ലച്ചു അത് ചെവി കൊണ്ടില്ല. പിന്നെ ലച്ചുവിന് വിഷമമുണ്ടെന്ന് കരുതിയാ കൊണ്ടുപോകാന്ന് ഞാൻ സമ്മതിച്ചത്. ആ ചോറും കറിയൊക്കെ കിച്ചണിൽ തന്നെയുണ്ട്. സുഖാണോ സഞ്ജു? സഞ്ജന എന്താ ഇവിടെ? ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ഒറ്റയ്ക്കാ. ഇപ്പൊ ഹസ്ബൻഡ് ഒപ്പം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ എന്റെ വിധി അത് നടന്നില്ല. നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു.
സാരമില്ല. പക്ഷേ ഒരു കാര്യം പലരും മറന്നുപോകും. ഒരു പെണ്ണ് വധുവായി ഒരുങ്ങി കല്യാണ മണ്ഡപത്തിലേക്ക് വലതുകാല് വെച്ച് കയറുന്നത് ഒരുപാട് സ്വപ്നങ്ങളോടെയാ, ഒത്തിരി പ്രതീക്ഷകളോടെയാ. ആ സ്വപ്നങ്ങള് ഒരു നിമിഷം തകർത്തെറിയാന്ന് പറഞ്ഞ ഒരു പെണ്ണും അത് സഹിക്കില്ല. അവളുടെ സ്വപ്നങ്ങൾ യാതൊരു ദയയുമില്ലാതെ തകർത്തെറിഞ്ഞവരോട് അവൾ ഒരിക്കലും പൊറുക്കുകയുമില്ല. അങ്ങനെ ഏതൊരു പെണ്ണിന്റെ ആയാലും കണ്ണീരിൽ കെട്ടിപ്പൊക്കിയ ദാമ്പത്യ ബന്ധങ്ങളൊന്നും അധികകാലം നിലനിന്നിട്ടുമില്ല. എന്നെ കല്യാണ മണ്ഡപത്തിൽ നാണം കെടുത്തിയവര് ഇപ്പൊ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? പറയ്. അതിനുശേഷം അവർക്ക് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സഞ്ജു എന്താ ഒന്നും പറയാത്ത? സഞ്ജന എന്നെ കുറ്റപ്പെടുത്തതല്ലേ? കേൾക്കട്ടെ. എന്നെ കണ്ണീര് കുടിപ്പിച്ചിട്ട് പോയ സഞ്ജുവിന്റെ ജീവിതത്തിന്റെ വിശേഷങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയുന്നുണ്ട്. ആദ്യം താലി കെട്ടിയ പെണ്ണ് ഒരു വശത്ത്, രണ്ടാമത് കൊട്ടും കുരവയും ആർപ്പുവിളികളോടെ വിവാഹം കഴിച്ച മറ്റൊരുത്തി മറുവശത്ത്. ഇതെന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ ഒരുത്തി തേനും പാലും ഊട്ടാൻ നടക്കുന്നു. അല്ല, ഇത് എന്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് മറ്റൊരുത്തി അധികാരം സ്ഥാപിക്കാൻ നിൽക്കുന്നു. ഇതിന് നടുക്ക് എന്താ വേണ്ടെന്നറിയാതെ ഭർത്താവിന്റെ വേഷം കെട്ടി സഞ്ജു. അല്ല, ഇനി ജീവിതത്തില് സഞ്ജുവിന് എങ്ങനെ സ്വസ്ഥത കിട്ടാനാ? പിന്നെ സഞ്ജുവിന്റെ സ്വാതിയുടെയും കല്യാണം നടത്താനും എന്നെ പുറത്താക്കാനും നടന്ന ലക്ഷ്മിയുടെ അവസ്ഥ ഇപ്പൊ എന്തായി? പറ. തലയ്ക്ക് സുഖമില്ലാതെ ആ വീട്ടിൽ സ്ഥിരം ശല്യമായി അലയല്ലേ? നോക്കിക്കോ, എന്നെ ചതിച്ച ആ ലക്ഷ്മി ഇനി മുഴുഭ്രാന്തിയായി ഒടുവിൽ തെരുവിൽ അലയും. മതി, നിർത്ത്. ആഹാ, കണ്ടോ? അപ്പൊ ഭാര്യമാരുടെ സ്നേഹം ലക്ഷ്മിയോടോ? അവള് പറഞ്ഞപ്പോ സഞ്ജുവിന്റെ ദേഷ്യം കണ്ടോ? ആരെ സ്നേഹിക്കണം സ്നേഹിക്കണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ അതിൽ ഇടപെടണ്ട. ഈ അവസരം മുതലെടുക്കാനാണ് നിന്റെ മമ്മിയുടെ ശ്രമമെങ്കില് അത് നടക്കില്ല. നിങ്ങളവിടെ ചെയ്തു കൂട്ടിയൊന്നും ഞാൻ മറന്നിട്ടില്ല. മേലിൽ നീ ഇക്കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. വന്നാ അമ്മയും മോള് ഈ നാട്ടിൽ നിന്ന് നല്ല രീതിയിൽ തിരിച്ചു പോവില്ല. എനിക്കിനി ഒന്നും നോക്കാനില്ല. അത് ഓർമ്മയിരിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.